പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോഗോകളെ പറ്റിയാണ്. നമ്മൾ പല ബ്രാൻഡുകളുടെയും പല സംഘടനകളുടെയും ലോഗോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന ലോഗോയിൽ നമ്മൾ അറിയാത്ത ചില രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത്തരത്തിൽ പ്രധാനപ്പെട്ട 10 ലോഗോകളെ പറ്റിയാണ്. നമ്പർ 1, ലോഗോ ഓഫ് UN അഥവാ ലോഗോ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. UN-ന്റെ ലോഗോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ഒലീവ് ഇലകളുടെ ബ്രാഞ്ചുകളും അതിൻ്റെ നടുവിലായി വേൾഡ് മാപ്പുമാണ്. വേൾഡ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയാണ്. എന്നാൽ ഒലീവ് ഇലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനത്തെയാണ്. ആ ഒലീവ് ബ്രാഞ്ചുകൾ വേൾഡ് മാപ്പിനെ പൊതിഞ്ഞാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുക. ഇതിനർത്ഥം ലോകത്ത് മുഴുവനും ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ UN എന്ന സംഘടന ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമ്പർ 2, ലോഗോ ഓഫ് ആമസോൺ. നമുക്കറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ഏറ്റവും മികച്ച സംരംഭമാണ് ആമസോൺ. ആമസോണിൻ്റെ ലോഗോയിൽ നമുക്കൊരു സ്മൈലിയുടെ ചിഹ്നം കാണാൻ സാധിക്കും. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് തങ്ങളുടെ കസ്റ്റമേഴ്സ് സദാസമയത്തും ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ആ സ്മൈലിയുടെ ചിഹ്നത്തെ ഒരു ആരോ മാർക്കായി വ്യാഖ്യാനിക്കാറുണ്ട്. എയിൽ നിന്ന് സെഡിലേക്ക് പോകുന്ന ആരോ മാർക്ക്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് A to Z മുഴുവൻ വസ്തുക്കളും ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്പർ 3, ലോഗോ ഓഫ് നാഷണൽ ജിയോഗ്രാഫിക്. ഇതിൻ്റെ ലോഗോ ലളിതവും എന്നാൽ ശക്തവുമാണ്. മഞ്ഞ നിറത്തിലുള്ള ദീർഘചതുരം ഒരു വാതിലിനെയാണ് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രം, സംസ്കാരം, യാഥാർത്ഥ്യം എന്നീ അറിവിൻ്റെ കടലിലേക്ക് തുറക്കുന്ന വാതിൽ. ആ വാതിലിന് മഞ്ഞ നിറമാണുള്ളത്. മഞ്ഞ നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനെയാണ്. സൂര്യൻ പ്രകാശമാണ് നൽകുന്നത്. അറിവ് എന്നുള്ളത് പ്രകാശമാണ്. നമ്പർ 4, ലോഗോ ഓഫ് ഹ്യുണ്ടായി. പ്രമുഖ മോട്ടോർ വാഹന കമ്പനിയാണ് ഹ്യുണ്ടായി. ഹ്യുണ്ടായിയുടെ ലോഗോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ H എന്ന് എഴുതിയിട്ടുള്ളത്. അത് കേവലം H എന്ന അക്ഷരം മാത്രമല്ല. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 2 ആളുകൾ പരസ്പരം കൈകൊടുത്ത് നിൽക്കുന്നത്. ഇത് അർത്ഥമാക്കുന്നത് ആ കമ്പനിയും കസ്റ്റമേഴ്സും തമ്മിലുള്ള ബന്ധത്തെയാണ്. നമ്പർ 5, ലോഗോ ഓഫ് WWF അഥവാ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. ഈ സംഘടന പ്രവർത്തിക്കുന്നത് മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇവരുടെ ലോഗോയിൽ നമുക്കൊരു പാണ്ടയുടെ ചിത്രം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പാണ്ടയുടെ ചിത്രം കൊടുത്തത്? നമുക്കറിയാം, വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പ്രതീകമാണ് പാണ്ട. പാണ്ട വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായ ഒരു ജീവിയാണ്. നമ്പർ 6, ലോഗോ ഓഫ് ബാസ്കിൻ റോബിൻസ്. പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡാണ് ബാസ്കിൻ റോബിൻസ്. അതിൻ്റെ ലോഗോയുടെ പിങ്ക് നിറം മാത്രം എടുത്തു നോക്കിയാൽ 31 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അർത്ഥമാക്കുന്നത് ബാസ്കിൻ റോബിൻസിൻ്റെ 31 ഫ്ലേവർ ഐസ്ക്രീമുകളെയാണ്. നമ്പർ 7, ലോഗോ ഓഫ് യുണിസെഫ് അഥവാ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച വിഭാഗമാണ് കുട്ടികൾ. ഇതിൻ്റെ ലോഗോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്ലോബും ഒലീവ് ഇലകളും അതുപോലെ തന്നെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രീകരണം. ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രീകരണം അർത്ഥമാക്കുന്നത് യുണിസെഫ് ഏറ്റെടുത്ത മഹത്തായ ദൗത്യത്തെയാണ്. ഒലീവ് ഇലകൾ സമാധാനത്തെയും ഗ്ലോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ മുഴുവൻ കുട്ടികളെയുമാണ്. നമ്പർ 8, ലോഗോ ഓഫ് യുണിലിവർ. യുണിലിവറിൻ്റെ ഈ ലോഗോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലോഗോയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 25 ചെറു ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതോരോന്നും ഓരോ മിനി ലോഗോകളാണ്. യുണിലിവറിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത പ്രൊഡക്റ്റുകളെ അറിയിക്കുന്ന ലോഗോകളാണത്. നമ്പർ 9, ലോഗോ ഓഫ് നാസ അഥവാ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ.
നാസയുടെ ലോഗോയിലെ റൗണ്ട് ഷേപ്പ് ഒരു പ്ലാനറ്റിനെ സൂചിപ്പിക്കുന്നു, അഥവാ ഒരു ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. വി ആകൃതിയിലുള്ള ചിറക് എയറോനോട്ടിക്സിനെ അറിയിക്കുന്നു. നക്ഷത്രങ്ങൾ ബഹിരാകാശത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാസ എന്ന പേരിന് ചുറ്റും കടന്നുപോകുന്ന ഓർബിറ്റ് സ്പേസ് ട്രാവലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ 10, ലോഗോ ഓഫ് WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിന്റെ ലോഗോയിൽ ഒരു ദണ്ടും അതിന്റെ മുകളിൽ ചുറ്റിക്കിടക്കുന്ന ഒരു പാമ്പിനെയും നമുക്ക് കാണാൻ സാധിക്കും. മിക്ക ആരോഗ്യ പ്രവർത്തകരുടെയും വാഹനങ്ങളിലോ മറ്റേതെങ്കിലും വസ്തുക്കളിലോ ഈ ചിഹ്നം നമുക്ക് കാണാം. WHOയുടെ ഈ ലോഗോയെ പറ്റി ഗവേഷകന്മാർ പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ പുരാതന ഗ്രീക്കുകാരുടെ രോഗശാന്തിയുടെ ദേവനാണ് അസ്ക്ലീപ്പിയസ്. നമ്മൾ ലോഗോയിൽ കാണുന്ന ദണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ദണ്ടാണ്. അതുപോലെ തന്നെ ഈ പാമ്പ് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലുള്ള പാമ്പാണ്. ചിലപ്പോൾ അതായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.